വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗാധരനും മാലതിയും പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾക്ക് കുറച്ച് ക്യാഷ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തിനാ അങ്ങളെ ഇത് എന്നിങ്ങനെ ചോദിച്ചത് വാങ്ങാതെ ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ് കൃഷ്ണമോൾ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ നിനക്കൊരു ഡ്രസ്സ് പോലും വാങ്ങിച്ചുകൊണ്ട് വന്നില്ലല്ലോ എന്ന് പറയും. അച്ഛന് സുഖമില്ലാതായിട്ട് കാണാൻ വന്നതല്ലേ, അപ്പോൾ അത് കുഴപ്പമില്ല എങ്കിലേ എന്ന് പറയട്ടെ. അപ്പോൾ ഇത് നിനക്ക് തരുന്ന ഗിഫ്റ്റാണ് ഞങ്ങൾ, അപ്പോൾ ഇത് റിജക്റ്റ് ചെയ്യാൻ പാടില്ല, വാങ്ങിച്ചോ എന്ന് പറയും. അപ്പോൾ കൃഷ്ണമോൾ അത് വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞ് അലീനയ്ക്കും കുറച്ച് ക്യാഷ് എടുത്ത് കൊടുക്കുന്നത്. അലീന അത് വാങ്ങിക്കുന്നില്ല കേട്ടോ. എനിക്ക് എന്തിനാ ഇവിടെ പൈസയ്ക്ക് ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അലീനയോട് പറയുന്നുണ്ടായിരുന്നു, നിന്നെ ഞങ്ങളൊരു സെർവൻ്റായിട്ടോ ഹോം നേഴ്സായിട്ടോ ഒന്നുമല്ല കണ്ടിട്ടുള്ളത്, കൃഷ്ണമോളെ പോലെ തന്നെ ഈ കുടുംബത്തിലൊരു അംഗമായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്ന് പറയും. വാങ്ങിച്ചോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അലീന അത് വാങ്ങിക്കും. എന്നിട്ട് മാലതി പറയുന്നുണ്ടായിരുന്നു, അലീനയോട് കുറച്ചിലൊന്നും വിചാരിക്കേണ്ട, അല്ലെങ്കിലും നിനക്കത് ഞങ്ങൾ തരേണ്ടത് തന്നെയാണ് എന്ന് പറയും കേട്ടോ. പിന്നീട് അവർ യാത്രയൊക്കെ പറഞ്ഞ് പോവാണ്. അലീനയ്ക്കാണെങ്കിലും അവർ കുടുംബത്തിലൊരു അംഗമായിട്ടാണ് അലീനയെ കാണുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗംഗാധരനും മാലതിയും കാറിൽ കയറുന്നതും എല്ലാം തന്നെ നോക്കി അവർ കാറിൽ കയറി ഇങ്ങനെ പോയ ശേഷമാണ് കേട്ടോ അലീനയും കൃഷ്ണമോളും അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അതുവരെ അവരവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബാലചന്ദ്രനെ കാണിക്കുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ മുകളിൽ കിടക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് വൈജയന്തി ആണെങ്കിലും ടേബിളിലേക്ക് ഇങ്ങനെ തല വെച്ച് കിടക്കുകയാണ് ഡൈനിങ് ടേബിളിൽ. അപ്പോൾ ബബിതയാണെങ്കിലും വന്നിട്ട് ഇങ്ങനെ വൈജയന്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്കിൾ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അങ്കിൾ എന്ത് പറഞ്ഞു എന്നിങ്ങനെ ചോദിക്കും. അമ്മയുടെ പഴയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ തന്നെ അമ്മേനെ വെറുക്കും എന്നൊക്കെ പറഞ്ഞല്ലോ, അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അത് ഗംഗേട്ടൻ ഒരു ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഗംഗാധരൻ അങ്കിളിനെ പോലെയുള്ള ഒരാൾ ദേഷ്യം വരുമ്പോൾ അങ്ങനെ വെറുതെ പറയില്ലല്ലോ, അതും ഒരു മിലിറ്ററി ഓഫീസർ എന്നൊക്കെ ഇങ്ങനെ ബബിത പറയുമ്പോൾ ദേഷ്യം വന്നാൽ മിലിറ്ററി ഓഫീസർ എന്നോ പോലീസോ ഒന്നും ഇല്ല എന്നിങ്ങനെ വൈജയന്തി പറയുകയാണ് കേട്ടോ. എന്നാലും ഞാൻ അമ്മ അങ്ങനെ നല്ല കറക്റ്റ് ആണെന്നാണ് വിചാരിച്ചിരുന്നത്, ഇപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ അങ്ങനെയല്ല, കല്യാണത്തിന് മുന്നേ എന്തൊക്കെയോ കാട്ടി കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെ പറയുമ്പോഴേക്കും വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ എന്ത് കാട്ടി കൂട്ടിയെന്നാണ് നീ പറയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കലി തുള്ളുന്നത്, ഒന്നും ചെയ്തിട്ടില്ല എന്നങ്ങ് പറഞ്ഞാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണമോളാണെങ്കിലും അപ്പോൾ ബബിതയോട് പറയുന്നുണ്ടായിരുന്നു, ചേച്ചിക്ക് ഇത്തിരിയെങ്കിലും ഒരു കോമൺ സെൻസ് ഉണ്ടോ, അമ്മ വിഷമിച്ചിരിക്കുന്ന സമയത്താണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതെന്ന്. അപ്പോൾ ബബിത പറയുകയാണ്, അമ്മയ്ക്ക് ഏത് സമയത്ത് അങ്ങനെ വിഷമമില്ലാത്തത്, ഏത് സമയവും ടെൻഷനും കൊണ്ടല്ലേ നടക്കുന്നത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും അമ്മ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഗംഗാധരനെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ, എന്തൊക്കെയോ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അതുപോലെ തന്നെ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, ഗംഗേട്ടനെ കൊണ്ട് അത്രയെങ്കിലും സാധിച്ചു, സ്വന്തം അമ്മയും ഭർത്താവും മക്കളും ഒക്കെ എനിക്കെതിരായി, അത്രയെങ്കിലും ഗംഗേട്ടനെ കൊണ്ട് സാധിച്ചല്ലോ എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ഗംഗാധരനെങ്കിൽ അങ്ങനെ വെറുതെ പറയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എനിക്ക് നിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, അങ്ങനെ ആരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടാനൊന്നല്ല വൈജയന്തി ജീവിക്കുന്നത്, ഗംഗേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗംഗേട്ടനോട് ചോദിക്കണം, എന്നോടല്ല ചോദിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് വൈജയന്തി അവിടുന്ന് ദേഷ്യപ്പെട്ട സമയത്ത് ബബിത കൃഷ്ണമോളോട് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഇപ്പോൾ ആരാണ് തെറ്റ് ആരാണ് ശരിയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന്. അപ്പോൾ കൃഷ്ണമോൾ പറയും, നമ്മുടെ ജോലി എന്താ, പഠിക്കുക എന്നുള്ളതാണ്, അതങ്ങ് നന്നായിട്ട് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ, ഒരു ഉപദേശക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ബബിതയും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും കേട്ടോ. പിന്നീട് വൈജയന്തി നേരെ മുത്തശ്ശിയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത്. മുത്തശ്ശി വൈജയന്തിനെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഗംഗാധരനും മാലതിയൊക്കെ പോയോ എന്ന്. അപ്പോൾ അവർ പോയി എന്ന് പറയട്ടെ. അപ്പോൾ കുറേ സമയമായോ പോയിട്ട് എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, കുറച്ച് സമയമായി എന്ന് പറയും. മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു, അവിടെ എന്തായിരുന്നു കുറച്ച് നേരത്തെ ഇങ്ങനെ ശബ്ദം കേട്ടതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഗംഗേട്ടൻ എന്നെ അടിച്ചു എന്ന് പറയും. അപ്പോൾ നീ അവൻ്റെ അടുത്തൊന്നും അടി വാങ്ങിച്ചോ എന്തിനെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അലീനയ്ക്ക് കരണത്തിട്ട് ഒരെണ്ണം കൊടുത്തു, അത് ഗംഗേട്ടനെ ഇഷ്ടപ്പെട്ടില്ല, അതിനാണ് എന്നെ അടിച്ചതെന്ന് പറയട്ടെ. അപ്പോൾ നീ എന്തിനാ അലീനേനെ അടിച്ചത്, നിനക്ക് എന്താ ഭ്രാന്തായോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാലചന്ദ്രൻ അലീനേനെ വിളിക്കാൻ വേണ്ടി കോളിംഗ് ബെല്ലടിച്ച സമയത്ത് ഞാൻ ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് ചെന്നു. അപ്പോൾ അത് ബാലേന്ദ്രന് ഇഷ്ടപ്പെട്ടില്ല, എന്നോട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു എന്ന് പറയട്ടെ. അപ്പോൾ നിനക്കത് കേട്ടുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോന്നാൽ പോരായിരുന്നോ, നിന്നോട് മാലതിയും ഗംഗാധരനും ഞാനൊക്കെ പറഞ്ഞു തന്നത് അതല്ലായിരുന്നോ, ബാലേന്ദ്രന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട എന്നുള്ളത്, അപ്പോൾ നിനക്ക് അത്രയും സൗകര്യമായില്ലേ, അലീന അവനെ നോക്കിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വൈജയന്തിനോട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞതിനാണല്ലോ അലീനയുടെ കർണത്തൊരെണ്ണം ബാലചന്ദ്രൻ്റെ മുന്നിൽ വെച്ച് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കാര്യം മുത്തശ്ശിനോട് പറയാണ് കേട്ടോ. അപ്പോൾ നീ എന്തായാലും ശരിയാവില്ല, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, ഇതിപ്പോൾ അവന് കൂടുതൽ ദേഷ്യം ഉണ്ടാക്കി കാണല്ലേ ചെയ്യുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീയാണല്ലോ ഇവിടെ കിടന്ന് കാല് വെന്ത നായനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്, ബാലചന്ദ്രൻ അവിടെ കിടക്കല്ലേ എന്ന് പറയും. അപ്പോൾ ആ കിടത്തൊക്കെ ഞാനങ്ങ് നിർത്തിക്കോളാം, ഇന്നോ നാളെയോ ഞാൻ പുതിയ ഹോം നേഴ്സിന് ശമ്പളം കൊടുത്ത് വെക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അലീനെ പറഞ്ഞേക്കുന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് അതുപോലെ തന്നെ അമ്മ ഗംഗേട്ടനോടൊന്ന് പറയണം, ദയവേത് എന്നെ ഇങ്ങനെ മക്കളുടെ മുന്നിൽ നാണം കെടുത്തരുത് എന്നുള്ളത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ കാര്യം എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അടങ്ങിയില്ലെങ്കിൽ എൻ്റെ പഴയ കഥകളൊക്കെ ബാലചന്ദ്രനോടും മക്കളോടും പറയുമെന്നാണ് ഗംഗേട്ടൻ പറഞ്ഞത്, അത് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് പറയൂ കേട്ടോ.
അപ്പോൾ അങ്ങനെ അവൻ പറഞ്ഞു എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഞാൻ അവരുടെ അടുത്തേക്ക് ഒന്നിനും പോകുന്നില്ല, അമ്മ ഗംഗേട്ടനെ ഒന്ന് വിലക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കാര്യം നീ ഓർത്തോ, നിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ നിൻ്റെ മക്കളോ ബാലചന്ദ്രനോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ അമ്മേനോട് പറഞ്ഞത് ഗംഗേട്ടനെ ഒന്ന് വിലക്കണം, ഞാൻ അവരുടെ അടുത്തേക്ക് ഒരു ശല്യത്തിനും പോകുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞോളാം എന്ന് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ബബിതയും കൃഷ്ണമോളും രോഹിത്തും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ. രോഹിയേട്ടൻ എന്താ ഒന്നും പറയാത്തത്, നമുക്ക് 3 പേർക്കും കൂടെ അമ്മയുടെ കൂടെ നിൽക്കാം എന്ന് പറയുമ്പോൾ അച്ഛനെ തോൽപ്പിക്കാനോ എന്ന് കൃഷ്ണമോൾ ചോദിക്കും. അല്ല, അമ്മേനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അച്ഛനോട് സംസാരിക്കാം, രോഹിയേട്ടൻ അച്ഛനോട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അലീനേനെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് പറയണമെന്ന് പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ പറയാൻ എനിക്ക് പറ്റില്ല, വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറയട്ടെ. അപ്പോൾ രോഹിയേട്ടൻ എന്താ പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അലീനേനെ ഇവിടുന്ന് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിനക്ക് എന്തിൻ്റെ കേടാ എന്ന് അച്ഛൻ ചോദിക്കുകയുള്ളൂ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞോളാം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അലീനേനെ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുള്ളൂ എന്ന് പറയുമ്പോൾ കൃഷ്ണമോളും പറയുന്നുണ്ടായിരുന്നു, അച്ഛനും അമ്മയും തമ്മിലുള്ള വാശി തീരണമെങ്കിൽ അലീന ചേച്ചി ഇവിടുന്ന് പോകണമെങ്കിൽ അലീന ചേച്ചി പോയിക്കോട്ടെ എന്ന് പറയും. അപ്പോൾ അലീന വരുന്നുണ്ടെന്ന് ഇങ്ങനെ പറയൂ കേട്ടോ. അലീനയാണെങ്കിൽ ടേബിളിലേക്ക് എന്തോ കൊണ്ടുവയ്ക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അലീനേനെ വിളിക്കുകയെന്ന് ബബിത പറയട്ടെ. അപ്പം മര്യാദയ്ക്ക് സംസാരിക്കണം, അങ്ങനെയാണെങ്കിൽ വിളിക്കാമെന്ന് കൃഷ്ണമോൾ പറയും. അപ്പോൾ നീ വിളിക്കുകയെന്ന് പറയും. അപ്പോൾ അലീന ചേച്ചി ഇങ്ങോട്ടൊന്ന് വരാമോ എന്ന് പറയും കേട്ടോ. പിന്നീട് അലീനേനെ വിളിച്ചിട്ട് കൃഷ്ണമോളെന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ അച്ഛനും അമ്മയും തമ്മിൽ വലിയ പ്രശ്നമായി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അച്ഛനോടും അമ്മേനോടും വഴക്ക് ഒഴിവാക്കാൻ നിങ്ങൾ മക്കൾ സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ അച്ഛനും അമ്മയും കേൾക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കണമല്ലോ, എന്നാലല്ലേ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നീ ഇവിടുന്ന് പോയാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുള്ളൂ എന്ന് ബബിത പറയൂ കേട്ടോ, അല്ലാതെ അമ്മ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ എപ്പോഴേ പോകാൻ റെഡിയാണ്, നിങ്ങൾ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചാൽ മതി, അച്ഛനോട് പറഞ്ഞാൽ മതി എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാലൊന്നും അച്ഛൻ കേൾക്കില്ല എന്ന് പറയുമ്പോൾ അതെന്താ കേൾക്കാത്തത്, ബാലചന്ദ്രൻ സാറ് ഒരിക്കലും ഇങ്ങനെ അനീതിക്ക് കൂട്ടു നിൽക്കില്ല എന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങളുടെ അമ്മ അങ്ങനെയല്ല, അനീതിക്ക് കൂട്ടു നിൽക്കും, കള്ളം പറയും, അതുപോലെ തന്നെ അസൂയ മനസ്സിൽ വയ്ക്കും, കുശുമ്പൊക്കെ മനസ്സിൽ വയ്ക്കുന്ന ആളാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അമ്മേനെ കുറ്റം പറയാൻ നിനക്ക് എന്താ അവകാശമല്ലേ എന്ന് ബബിത ചോദിക്കുമ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ അവകാശം എനിക്കുണ്ടെന്ന് പറയട്ടെ. അപ്പോൾ അത് മനസ്സിലായില്ല എന്ന് ബബിത പറയുമ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ അച്ഛനെ കൊണ്ട് ഒരു വാക്ക് പറയിപ്പിച്ചാൽ മതി എന്നോട് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്, ഞാൻ ആ നിമിഷം തന്നെ ഇവിടുന്ന് പോയിക്കോളാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനല്ല ഇവിടുത്തെ പ്രശ്നം, ഗംഗാധരൻ സാറും അതുപോലെ തന്നെ മാലതി മേഡും മനുവേട്ടനും മുത്തശ്ശിയും എല്ലാം നിങ്ങളുടെ അമ്മേനെ ഉപദേശിക്കുകയും ശാസിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, നിങ്ങളുടെ അമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ടായതുകൊണ്ടാണ്, അത് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, അവരിങ്ങനെ പൊട്ടന്മാരൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്രയും മുതിർന്ന മക്കളല്ലേ, അപ്പോൾ നിങ്ങളുടെ അമ്മേനോടും അച്ഛനോടും ഒരാളോട് ആയുധം വെച്ച് കീഴടങ്ങാൻ പറയേ, എന്നാലേ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുള്ളൂ എന്നൊക്കെ പറയും. അതിൻ്റെ ഇടയിൽ രോഹിത് ചോദിക്കുന്നുണ്ടായിരുന്നു, അവിടുന്ന് പോകാൻ പറഞ്ഞല്ലോ, അപ്പോൾ അച്ഛനോടൊന്നും പറയാൻ നിൽക്കേണ്ട, നിനക്ക് അങ്ങ് ഇറങ്ങി പോയിക്കൂടെ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അലീന പറയും, അങ്ങനെ പോകാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല, ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് കൈനീട്ടി എന്നെ വിളിച്ചപ്പോൾ കയറി വന്നതുമല്ല, എന്നെ കഴക്കൂട്ടത്ത് വന്നിട്ട് നെടുമ്പുറയ്ക്കൽ ബാലചന്ദ്ര മേനോൻ സാറും അതുപോലെ തന്നെ കൈതക്കൽ മാളിക വീട്ടിലെ മനുശങ്കറും കൂടെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും അലീന പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പറഞ്ഞ് അലീന അങ്ങോട്ട് പോകുന്ന സമയത്ത് ബബിത രോഹിത്തിനോട് പറയുന്നുണ്ടായിരുന്നു, നമുക്ക് അച്ഛനോടും അമ്മേനോടും സംസാരിക്കാം, അവർക്ക് മുകളിലൊന്നല്ലല്ലോ ഈ വീട്ടിലെ ഒരു വെറും വേലക്കാരി എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും പിന്നീട് അലീന മുത്തശ്ശിയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത്. അലീന ഒരു സങ്കടത്തോടു കൂടി മുത്തശ്ശിയുടെ റൂമിൽ ചെന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും അലീന എന്നിങ്ങനെ വിളിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ആകെ കലങ്ങിയിരിക്കുകയാണല്ലേ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ കാരണമാണോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ മേഡത്തിൻ്റെ വാശിയാണ് എല്ലാത്തിനും കാരണം, തല മുതിർന്നവരെയും മേഡത്തിൻ്റെ ഭർത്താവിനെയും ഒന്നും ഇങ്ങനെ മേഡം അനുസരിക്കുന്നില്ല എന്ന് പറയൂ കേട്ടോ. സ്നേഹമില്ലാത്തതുകൊണ്ടല്ലേ അതൊക്കെ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോൾ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവളുടെ വാശി കൊണ്ടാണ് എന്നിങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ വാശി കൊണ്ട് മാത്രമല്ല സ്നേഹമില്ലാത്തതുകൊണ്ട് തന്നെയാണ്, സ്നേഹമുള്ളടത്ത് ഒരിക്കലും വാശി ഉണ്ടാവില്ല എന്ന് പറയും. ഇത്രയും കാലം ഈ കുടുംബത്തിൻ്റെ ഭരണം മേഡത്തിൻ്റെ കയ്യിലായിരുന്നു, ഇപ്പോൾ മുതൽ സാറ് അത് വേണ്ട, ആ ഭരണം അങ്ങ് എടുത്തു മാറ്റി എന്ന് പറയാണ് കേട്ടോ. സാറ് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയുമ്പോൾ അതെന്തിനാ പെട്ടെന്ന് അങ്ങനെ അത് എടുത്തു മാറ്റിയേ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിശ്വാസമില്ലായ്മ, ഭരണത്തിൽ തൃപ്തിയില്ലായ്മ, അതിപ്പോൾ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണല്ലോ, പാർട്ടി പോരെങ്കിൽ നല്ല പാർട്ടിക്കാരെ എങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കില്ലോ എന്നൊക്കെ അലീന പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പിന്നീട് ഞാനിവിടുന്ന് പോകാൻ റെഡിയാണെന്നൊക്കെ അലീന പറയുന്നുണ്ടായിരുന്നു. നീ ഇവിടുന്ന് കുറച്ച് ദിവസം മാറി നിന്നാൽ ശരിയാവുമോ എന്നൊക്കെ അലീന എന്നോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടുന്ന് എപ്പോഴേ പോകാൻ റെഡിയാണ്, പക്ഷേ ഞാനിവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം സാറ് ഇവിടുന്ന് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്, അവൻ എന്തിനാ ഇത്രയും വാശി എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു. അലീനയാണെങ്കിലും മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, മുത്തശ്ശി
മുത്തശ്ശിക്ക് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പോയാൽ മതി എന്നായി അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയാണ് ഒരു കുടുംബം തകരാൻ പോവല്ലേ കുഞ്ഞെ എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ നീ എന്തിനാ വെറുതെ അവളുടെ അടിയും കൊണ്ട് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ അത് ഞാൻ അങ്ങ് സഹിച്ചോളാം, പെറ്റ തള്ള അടിച്ചതാണെന്ന് വിചാരിച്ച് ഞാനങ്ങ് സഹിച്ചോളാം എന്നൊക്കെയാണ് അലീന പറയുന്നത്. ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ സാറും ആ നിമിഷം ഇവിടുന്ന് ഇറങ്ങും, എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കാം, ഞാൻ കെയർ ഗിവറായിട്ട് നിന്നാൽ മതി, എനിക്ക് നല്ല ശമ്പളം തരാമെന്നാണ് സാറ് പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പോൾ അവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, അവൻ എന്തപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നിങ്ങനെ മുത്തശ്ശി അലീനയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഉള്ളിലുള്ളൊരു സംശയം പറയാം, മുത്തശ്ശി അത് മുത്തശ്ശിയുടെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താ നിൻ്റെ സംശയം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാഡത്തിനെ കുറിച്ച് എന്തോ ഒരു സംശയം ബാലചന്ദ്രൻ സാറിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് എന്ന് അലീന പറയുമ്പോൾ എന്ത് സംശയം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നീലഗിരിയിൽ നിന്ന് വന്ന ഗംഗാധരൻ സാറും മാഡത്തിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ മക്കളോടും ബാലചന്ദ്രൻ സാറിനോടും ഒക്കെ പറയുന്നു. മാഡത്തിൻ്റെ കല്യാണത്തിന് മുന്നേ എന്തൊക്കെയോ കാര്യങ്ങൾ മാഡത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയം ബാലചന്ദ്രൻ ഉണ്ടോ എന്നിങ്ങനെ മുത്തശ്ശി ഒരു സംശയത്തോടുകൂടി ചോദിക്കുമ്പോൾ അങ്ങനെയും നമ്മൾ സംശയിക്കണം എന്ന് അലീന പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു, അതിൽ മുത്തശ്ശീനെ കമലയുടെ അടുത്ത് കൊണ്ടുവിടാനുള്ള പ്ലാനാണ് കേട്ടോ വൈജയന്തിക്ക്. അത് ആകുമ്പോൾ മുത്തശ്ശീനെ അവിടെ അലീന നോക്കാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, അപ്പോൾ അതൊക്കെ കമലേനെ വിളിച്ച് പറയുന്നുണ്ട്. ബാലചന്ദ്രനെ കാണാൻ വേണ്ടി ഗോവർദ്ധൻ വരുന്നുണ്ടായിരുന്നു, വൈജയന്തിനോട് പറയുന്നുണ്ട് കേട്ടോ അലീനേനെ ഇങ്ങനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് വൈജയന്തി ആണെങ്കിലും അവിടുന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ അലീന മുത്തശ്ശീനോട് ചെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, മാഡം ആരോടൊക്കെയോ ദേഷ്യപ്പെട്ട് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാ അവൾ ദേഷ്യപ്പെട്ട് പോയെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഞാൻ വന്നിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് മാഡം പോയത് എന്ന് അലീന പറയുന്നുണ്ടായിരുന്നു.